എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഷാപ്പിലൊക്കെ കിട്ടുന്ന രീതിയിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നമുക്ക് ബീഫ് ഒരു പെരളൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ബീഫ് പെരളൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവ് ഓണാക്കി ഒരു പാത്രത്തിൽ ഒരു 10-15 ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടിയല്ല ചേർക്കുന്നത്, മുഴുവനോടെയുള്ള മുളകാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആയാലും ചേർത്ത് കൊടുക്കാം. 2 1 ടേബിൾ സ്പൂണോ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 15ഓളം മുളക് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ആദ്യം നമുക്ക് മുളകൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം, എന്നതിന് ശേഷം ബാക്കിയുള്ളത് വറുത്തെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ മുളകൊക്കെ ഇവിടെ നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ മുളകൊക്കെ വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഈ സെയിം പാത്രത്തിലേക്ക് ഞാൻ 2 ചെറിയ കഷ്ണം കറുവപ്പട്ട ചേർത്തിട്ടുണ്ട്, പിന്നെ 2 ഗ്രാമ്പു ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുഴുവനോടെയുള്ള മല്ലിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഫ്രൈ ചെയ്തതിന് ശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് ഇതേപോലെ ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഫ്രൈ ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ 2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വല്ലാതെ കരിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ഇത് അവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി, ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത് വരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞാനിത് നുറുക്കിയെടുത്തിരിക്കുന്നത്. അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ട് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഒരു തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ നഖയ്ക്ക് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഒരു 10 വിസിലൊക്കെ വേണ്ടി വരാറുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കത് താളിച്ചെടുക്കാം, അതായത് പെരളനാക്കി എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റവ് ഓണാക്കി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 ഉണക്കമുളകും 2 നല്ല എരിവുള്ള പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നതാണ് 1 കൈപ്പിടി നാളികേരക്കൊത്ത് ചേർക്കുന്നുണ്ട്. ഈ നാളികേരക്കൊത്ത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ബീഫ് പെരളൻ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വല്ലാതെ അങ്ങോട്ട് നിറം മാറി പോകണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അപ്പോൾ അത് അവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിന് നമുക്ക് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കുക. ഞാനപ്പോൾ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണൊന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക, അപ്പോഴാണ് ആ ടേസ്റ്റ് വരിക. അപ്പോൾ ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അധികം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതവിടെ ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് ഞാനിത് എടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഷാപ്പിലൊക്കെ കിട്ടുന്ന രീതിയിൽ ബീഫ് പെരളൻ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്